നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ മറ്റ് വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. അഫാന്റെ രക്തപരിശോധന. ഇതിൽ ലഹരി ഉപയോഗത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയില്ല, മദ്യത്തിന്റെയും അംശം കണ്ടെത്തിയില്ല. അതായത് ഈ അഫാൻ ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ബാറിൽ പോയി മദ്യപിച്ചു എന്ന ഒരു മൊഴി നൽകിയിരുന്നു. പക്ഷേ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിട്ടില്ല. കഴിച്ച മദ്യത്തിന്റെ അളവ് കുറവായതുകൊണ്ടാണ് ഇത്തരത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ സാധിക്കാത്തത് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇയാള് എലിവിഷം കഴിച്ചു എന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. കഴിച്ച എലിവിഷത്തിന്റെ അംശം കൂടിയ അളവിൽ ഉണ്ടായിരുന്നു. പരിശോധനാ റിപ്പോർട്ടിലൊക്കെ ഈ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അഫാന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ബാധ്യത അത് വളരെ വലിയൊരു, അതായത് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തത് ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്ന ഒരു മൊഴി അഫാൻ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെ വന്നു, അതായത് ഇത്ര ലക്ഷം കടം വരാൻ വേണ്ടി മാത്രം എന്താണ് സംഭവിച്ചത് എന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെയാണ് ടീമിനെ നിയോഗിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫാനും പിതാവും മാതാവ് ഷെമിയും പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പൊരുത്തക്കേടുകളുണ്ട് മൂന്നുപേരെയും മൊഴികളിൽ. ഇത്രയും ലക്ഷം രൂപ കടമുണ്ടെന്ന് അഫാൻ പറയുന്നു, എന്നാൽ ഇത്രയും ലക്ഷത്തിന്റെ കടമുണ്ടെന്ന് അറിയില്ല എന്ന് ഗൾഫിലായിരുന്ന പിതാവ് പറയുന്നു. ഷെമിയും പറയുന്നത് മറ്റൊരു മൊഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെയധികം വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. അതേസമയം തലസ്ഥാനത്തെ അരുംകൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യതയാണ് എന്ന പ്രതിയുടെ വാദം അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്ന സാഹചര്യത്തിലാണ്. പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ അടക്കമുള്ള രക്തപരിശോധനയൊക്കെ നടത്തിയിരുന്നു. പ്രതി നടത്തിയ ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, അഫാൻ തുടക്ക സമയത്ത്, അതായത് ഈ എലിവിഷൻ താൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് വളരെ വലിയ അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ചികിത്സയോട് വലിയ രീതിയിൽ സഹകരിച്ചിരുന്നില്ല. മരുന്ന് കുത്തിയ കാനിലേക്ക് ഊരിക്കളയുന്ന ഒരു സാഹചര്യം അഫാൻ ഈ തുടക്കത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. എലിവിഷൻ കഴിച്ചു എന്ന മൊഴി ഉള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ ജാഗ്രതയിൽ 7 ദിവസത്തോളമായിരുന്നു മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലായിരുന്നത്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ ജയിലിലേക്ക് മാറ്റിയത്. അതേസമയം ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഈ മാതാവ് കഴിഞ്ഞ ദിവസം തൻ്റെ ഇളയ മകൻ കൊല്ലപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞിരിക്കുകയാണ്. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഫാൻ ഇവരെയും അതിക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. ഇപ്പോൾ മാതാവ് പറയുന്നത് താനും ആത്മഹത്യ ചെയ്യുമെന്നാണ്. അതായത് താൻ ഇളയ മകനെ വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു ഈ കുടുംബത്തിന്. തൻ്റെ ഇളയ മകൻ്റെ കൂടെ തനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഷെമി വളരെ വലിയ രീതിയിൽ വൈകാരികമായി പ്രതികരിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇളയ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ ഇന്നലെ മുതൽ ഷെമിയുടെ ആരോഗ്യനില വഷളായി. പ്രത്യേകിച്ച് ഈ അഫാൻ ഉപദ്രവിച്ചതിൽ ചികിത്സയിലാണ്. തലയിൽ ഒരുപാട് തുന്നലുണ്ട്. പോരാത്തതിന് ഇവർ ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി ഏത് രീതിയിലാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇളയ മകൻ്റെ മരണ വാർത്ത കൂടി അറിഞ്ഞതോടെ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി അവരുടെ ഒരു ആരോഗ്യനിലയൊക്കെ വളരെ മോശം രീതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. മാത്രമല്ല, ഇളയ മകൻ്റെ മരണ വാർത്ത മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. ഈ അഫാൻ കൊന്നൊടുക്കിയ മറ്റുള്ളവരുടെ മരണ വിവരമൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല. ഷെമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാരണങ്ങളാൽ ആശുപത്രി മാറ്റാനാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത്. നിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഷെമി ചികിത്സയിലായിരിക്കുന്നത്. അതിനിടെ കേസിലെ പ്രതി അഫാന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ചോദ്യം ചെയ്യലിന് അഫാൻ സഹകരിക്കുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അഫാൻ മറുപടി നൽകുന്നത്. കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം വെഞ്ഞാറമൂട് സിയെ വീണ്ടും മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പ്രതി ഇത്തരത്തിൽ നിസ്സഹകരിച്ചത്. അതേസമയം പ്രതിയുമായി തെളിവെടുപ്പ് എന്ന ഒരു വലിയ കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട്. പിതൃമാതാവ് സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. സൽമാ ബീവിയുടെ മാല പണയപ്പെടുത്തി പണമെടുത്ത ധനകാര്യ സ്ഥാപനത്തിലും കൊലപാതകത്തിനുള്ള ആയുധം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ പ്രതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലായിരിക്കും ഇയാളെ തെളിവെടുപ്പിന് എത്തിക്കുക. അതേസമയം കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അരുംകൊലകൾ നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങൾ. രാവിലെ ഉമ്മയെ പ്രതി അഫാൻ ആക്രമിക്കുന്നു. രാവിലെ 10 മണിയോടെ ആയിരുന്നു ഉമ്മയെ ആക്രമിച്ചത്. ഉമ്മയോട് പണം ആവശ്യപ്പെട്ട് പണം നൽകാത്തതിനാലാണ് ഉമ്മയെ ആക്രമിച്ചത്. അതിനുശേഷം 1:15 പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി സൽമാ ബീവിയെ ആക്രമിച്ച് സ്വർണവുമായി വെഞ്ഞാറമൂട് എത്തി. അപ്പോൾ ലത്തീഫിനെ വിളിച്ചു. ലത്തീഫ് എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതോടെ ലത്തീഫിനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. വെഞ്ഞാറമൂട് നിന്ന് ചുറ്റിക വാങ്ങി വൈകിട്ട്
3 മണിയോടെ ബാപ്പായുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. 4 മണിക്ക് കാമുകിയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി. അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തി. ഈ സമയത്താണ് അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു. കുളിച്ച് വസ്ത്രം മാറിയാണ് സ്റ്റേഷനിൽ പോയി പ്രതി കീഴടങ്ങിയത്. മാത്രമല്ല, ഈ ഓട്ടോറിക്ഷയിലാണ് ഇയാൾ സ്റ്റേഷനിലേക്ക് പോയത്. സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ആയിരുന്നു ഇയാൾ തിരഞ്ഞെടുത്തത്. ഈ യാതൊരു ഭാവ വ്യത്യാസവും ഈ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. എന്തായാലും ഓരോ ദിവസം പോകും തോറും വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഈ കേസിൽ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.